നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബീഹാറിലെ സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യമിട്ട NDA സ്ത്രീകൾക്ക് സ്വയം തൊഴിലിനായി 10,000 രൂപ നൽകുന്ന പദ്ധതിക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. RJD ഭരണകാലത്തെ അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും ഇരകളായിരുന്നു സ്ത്രീകളെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. और शुरुआत में 10,000 रुपये देने के बाद अगर वो महिला इन 10,000 रुपयों का सही उपयोग करती है, कोई न कोई रोजगार पैदा करती है, खुद अपने पैरों पर खड़ी रहने के लिए कोई काम शुरू करती है और अगर वो अच्छा लगेगा और अच्छा चलने पर 2 लाख रुपये तक की वित्तीय सहायता और दी जा सकती है. जब बिहार में RJD की सरकार थी, लालटेन का राज था, उस दौरान अराजकता और भ्रष्टाचार की सबसे ज्यादा मार मेरे बिहार की माताओं बहनों को, यहाँ की महिलाओं को ने ही झेली है. പദ്ധതി വോട്ട് ലക്ഷ്യം വെച്ചുള്ളതെന്ന് ബീഹാർ സന്ദർശിച്ച പ്രിയങ്ക ഗാന്ധി കുറ്റപ്പെടുത്തി. BJPയെ നേരിടാൻ സ്ത്രീകൾക്ക് പ്രതിമാസം 2,500 രൂപ നൽകുന്ന പദ്ധതി RJD നേതാവ് തേജസ്വി യാദവും പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി വിനീത വിജിയാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. വിനീത, ആദ്യം GST പരിഷ്കാരം, അതിനുശേഷം ഇപ്പോൾ സ്ത്രീകൾക്കായുള്ള പരിഷ്കാരങ്ങൾ, മത്സരിച്ച് ഇരു പാർട്ടികളും പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുന്നു. അപ്പോൾ സ്ത്രീ വോട്ടർമാരുടെ ഒരു കരുത്ത് ജനാധിപത്യത്തിൽ ഇവർക്കൊക്കെ വ്യക്തമായിട്ടുണ്ടെന്ന് തന്നെ മനസ്സിലാകുന്ന രീതിയിലല്ലേ കാര്യങ്ങൾ പോകുന്നത്? ക്രിസ്റ്റീന, ബീഹാറിലെ സ്ത്രീ വോട്ടുകളെ ലക്ഷ്യം വയ്ക്കുകയാണ് BJPയും അതോടൊപ്പം തന്നെ കോൺഗ്രസും. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബീഹാറിൽ ഈ കോൺഗ്രസ് പ്രമുഖ നേതാവായ പ്രിയങ്ക ഗാന്ധിയെ തന്നെ ബീഹാറിലേക്ക് എത്തിച്ചുകൊണ്ട് ആ വോട്ടുകൾ കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. അതേസമയം പ്രധാനമന്ത്രി ഇന്ന് നേരത്തെ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീക്ക് സ്വയം തൊഴിൽ തുടങ്ങുന്നതിനായി 10,000 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് നൽകുന്ന പദ്ധതിക്ക് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇത് ബീഹാറിലെ 74 ലക്ഷം സ്ത്രീകൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കുമെന്നാണ് ഈ പദ്ധതിയിലൂടെ കണക്കാക്കപ്പെടുന്നത്. അതിന് പിന്നാലെയാണ് അതേ ഉദ്ഘാടനം നടന്ന ഇന്നത്തെ ദിവസം തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയും ഇന്ന് ബീഹാറിലേക്ക് എത്തിയിരിക്കുന്നത്. അവർ അവിടെ ഈ സ്ത്രീകളുമൊക്കെയായി തന്നെ വിവിധ സംവാദങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് ഈ ബീഹാറിലെ സ്ത്രീ വോട്ടുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് BJP ഇത്തരത്തിലേക്കുള്ള ചില പദ്ധതികൾ സ്ത്രീകൾക്കായി കൊണ്ടുവരുന്നത്. അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണെന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ഈ BJPയുടെ ഭരണകാലത്ത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ്. നിങ്ങൾ നിതീഷ് കുമാർ സർക്കാരിനെ പുറത്താക്കൂ എന്നാണ് പ്രിയങ്ക ഗാന്ധി സൂചിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ സ്ത്രീ വോട്ട് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഇത് സ്ത്രീകൾക്ക് പ്രഥമ പരിഗണന ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടും ഒപ്പം തന്നെ സ്ത്രീ വോട്ടിന് പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുമാണ് മോദിയും അമിത്ഷായും ഇപ്പോൾ നിരവധി പദ്ധതികളുമായി ബീഹാറിലേക്ക് എത്തിയിരിക്കുന്നതെന്നും ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്നുമാണ് പ്രിയങ്ക ഗാന്ധി ആരോപിച്ചിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ വോട്ടിന് വലിയ പ്രാധാന്യമുള്ള ഒരു സംസ്ഥാനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീ വോട്ടുകൾ തങ്ങളിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇരു പാർട്ടികളും നടത്തുന്നത്. ശരി, വിനീത വിജിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.